Good morning, dear students. ഞാൻ അബ്ദുൽ സലാം, ഗവൺമെൻറ് ITI SCDD തൂണേരി എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇൻസ്ട്രക്ടറാണ്. നമ്മൾ സെക്കൻഡ് ഇയറിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 12ാമത്തെ ചാപ്റ്റർ എത്തി. പേജ് നമ്പർ 231, അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ, ചാപ്റ്റർ 12. എന്താണ് ജെൻഡർ എന്ന് പറയുന്നത്? മെയിൽ ഫീമെയിൽ ആണ് ജെൻഡർ എന്ന് പറയുക, അല്ലേ? സ്ത്രീ പുരുഷം, സ്ത്രൈണമായ പൗരുഷമായ. ഇപ്പോൾ സെക്സ് എന്ന് വെച്ചാൽ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ സെക്സും ജെൻഡറും എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഉദ്ദേശം. അപ്പോൾ മുഖവരിയായിട്ട് ഞാനൊരു സ്റ്റോറി പറയാം. ഒരു ദമ്പതികൾ ഒരു വിവാഹത്തിൻ്റെ 9ാമത്തെ വർഷത്തിലെത്തുകയാണ്. അപ്പം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, വളരെ പ്രശസ്തരായ ദമ്പതിമാരാണ്, അപ്പോൾ നിങ്ങൾ ഈ 50 വർഷത്തിനിടയിൽ എത്ര പ്രാവശ്യം വഴക്ക് കൂടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞങ്ങളൊരു പ്രാവശ്യം പോലും വഴക്ക് കൂടിയിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും വഴക്ക് കൂടാത്ത ദമ്പതിമാരാണ്. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പതിവാണല്ലോ? പതിവല്ല, ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ചട്ടിയും കറിയും തട്ടിമുട്ടി എന്ന് പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലേ? പക്ഷേ ഇവർക്ക് ഒരു അതിശയം തോന്നി, ഇതുവരെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും വഴക്കുണ്ടാകാത്ത ദമ്പതികൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചു. അപ്പം ഭർത്താവ് പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. അതായത് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ തീരുമാനിക്കും. പ്രധാനപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ ഭാര്യ അഭിപ്രായത്തിനാണ് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയും. അപ്പം വഴക്കിന് സാധ്യതയില്ലല്ലോ. അപ്പം പത്രപ്രവർത്തനം ആലോചിച്ച് നോക്കിയപ്പോൾ പറയും, അത് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. സാധാരണഗതിയിൽ പുരുഷന്മാരാണല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്, സ്ത്രീകൾ വീട്ടുകാര്യങ്ങളുടെ കയ്യിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അത്ര പ്രധാനമല്ലാത്ത കാര്യങ്ങളാണല്ലോ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ വീണ്ടും ചോദിച്ചു, അങ്ങനെയാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പം വീണ്ടും ചോദിച്ചാൽ എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കയുടെ നിലപാട് എന്തായിരുന്നു? അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ലോകകപ്പ് മത്സരത്തിൽ ഇറ്റലിയും ഫ്രാൻസുമായിട്ടുള്ള മത്സരത്തിൽ ഒരു കളിക്കാരൻ വേറൊരു കളിക്കാരനെ തൊഴിച്ചത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആർക്കാണ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്കൊരു ചോയ്സ് വരികയാണെങ്കിൽ അത് ഏത് രാഷ്ട്രീയ നേതാവിനാണ് കൊടുക്കേണ്ടത്? ഇതുപോലുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഭർത്താവ് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കും, ഭാര്യയ്ക്ക് അതിൽ അഭിപ്രായം പറയാനൊന്നും കാര്യം ശരിയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ, അല്ലേ? രാജ്യമാര് ഭരിക്കണം, ക്രിക്കറ്റ് ടീമിൽ ആര് ക്യാപ്റ്റനാകണം, എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ചോദിച്ചു, എന്നാൽ പിന്നെ പ്രധാനപ്പെട്ട അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ വീടുണ്ടാക്കുമ്പോൾ അത് കോൺക്രീറ്റ് വീട് വേണോ, അല്ലെങ്കിൽ ഓടിട്ട വീട് മതിയോ, അല്ലെങ്കിൽ വീട്ടിൽ എത്ര ബാത്റൂം വേണം, എത്ര ബെഡ്റൂം വേണം, അറ്റാച്ച്ഡ് എത്ര എണ്ണം വേണം, മകളെ കല്യാണം കഴിക്കേണ്ടത് ഡോക്ടറാണോ എഞ്ചിനീയറാണോ, മോട്ടോർ സൈക്കിൾ വാങ്ങുമ്പോൾ ഏത് ബ്രാൻഡാണ് വാങ്ങേണ്ടത്, ബൈക്ക് വാങ്ങുമ്പോൾ കാറ് വാങ്ങുമ്പോൾ ഏത് ബ്രാൻഡാണ് വാങ്ങേണ്ടത്, മകളെ കെട്ടിച്ചു കൊടുക്കുന്ന ആർക്കായിരിക്കണം, മകനെ കല്യാണം കഴിക്കുന്ന ആരായിരിക്കണം, മകൻ ഏത് ജോലിക്കാണ് പോകേണ്ടത്, മകളെ ഏത് ജോലിക്കാണ്, ഏത് കോഴ്സാണ് പഠിപ്പിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അത്ര പ്രധാനമല്ലാത്ത വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതെല്ലാം അവൾ തീരുമാനിച്ചോളും, ഞാനതിലൊന്നും ഇടപെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വലിയൊരു പാഠമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാനിത് ക്ലാസ്സിൽ കഥ പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ജീവിതത്തിൽ പെണ്ണുങ്ങൾക്ക് അടുക്കളയിലുള്ള കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും മാത്രമേ നോക്കിയാൽ മതി, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആണുങ്ങളാണെന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്, അല്ലേ? അതാണ് ഈ ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജന്മം കൊണ്ട് മാത്രം ഒരു ലൈംഗിക അവയവങ്ങളിൽ മാത്രമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം വരുന്നത്. അതാണ് സെക്സ് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയും. ഓർഗൻ എന്ന് വെച്ചാൽ അവയവങ്ങൾ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണ് ജന്മത്തിൽ, അത് മാത്രമാണ് വ്യത്യാസമുള്ളത്. പക്ഷേ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണായതുകൊണ്ട് അങ്ങനെയൊക്കെ ആക്കണം, പെണ്ണായതുകൊണ്ട് ഇങ്ങനെ ആകണം, നീ ഒരു ആണിനെ പോലെ പെരുമാറണം, കരയാൻ പാടില്ല, ഡാൻസ് ചെയ്യരുത്, അതെല്ലാം പെണ്ണുങ്ങളുടേതാണ്,
അല്ലെങ്കിൽ നീ ഒരു പെണ്ണായിരിക്കണം, പകൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഇതിലൊരു സ്റ്റോറിയിലാണ് തുടങ്ങുന്നത്. രമ്യ പിന്നെ ദിനേശ്, രണ്ടുപേരെ പറ്റി പറയുന്നു. രണ്ടാളും 20 വയസ്സായിട്ടുള്ളവരാണ്. രമ്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. തുടർന്ന് കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാൻ, ഉയർന്ന രീതിയിൽ ജോലിക്ക് പോകാനാണ് രമ്യയ്ക്ക് താല്പര്യം. പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ് നിന്നെ കല്യാണം കഴിച്ച് അയക്കാൻ പോവുകയാണ്, നീ ജോലിക്കെല്ലാം പോയി കഴിഞ്ഞാൽ നിന്നെ പഠിപ്പിക്കാനുള്ള ചിലവൊക്കെ ആര് വഹിക്കും, നിന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ചിലവില്ല അച്ഛന് എന്നാണ് വീട്ടുകാരുടെ നിലപാട്. അതേസമയം ദിനേശിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ദിനേശ് ഒരു ഫാഷൻ ഡിസൈനിങ് താല്പര്യമുള്ള കുട്ടിയാണ്. ടൈലറിങ്ങും ഫാഷൻ ഡിസൈനിങ്ങൊക്കെയാണ് താല്പര്യം. അപ്പം വീട്ടുകാർ പറയുന്നു അത് അല്ല പെൺകുട്ടികളുടെ കാര്യങ്ങളാണ്, അതൊന്നും ആൺകുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന്. അതാണ് നമുക്ക് വരാം. അപ്പം നോക്കൂ, നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ടല്ലേ, XY ക്രോമസോം XX ക്രോമസോം അല്ലേ. XY ക്രോമസോം ആകുമ്പോൾ അത് പുരുഷനായിരിക്കും, ആൺകുട്ടിയായിരിക്കും. XX ക്രോമസോം ആണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും. നമ്മൾ ബയോളജി പഠിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ സെക്സ് എന്ന് പറയുന്നത് മെയിൽ ഓർ ഫീമെയിൽ ആസ് പെർ ബയോളജി. അപ്പോൾ പുരുഷനാണോ സ്ത്രീയാണോ, നമ്മുടെ സെക്ഷൽ ഓർഗൻസ് കേട്ടോ, ലൈംഗിക അവയവങ്ങളാണ്. ഡിറ്റർമിൻഡ് ബൈ ദ ബോഡിലി ഓർഗൻസ്, ഹോർമോൺസ് എക്സെട്ര. ജെൻഡർ എന്ന് വെച്ചാൽ മെസ്കുലിൻ ഓർ ഫെമിനിൻ, പൗരുഷം അല്ലെങ്കിൽ സ്ത്രൈണം കേട്ടോ. പൗരുഷം എന്നാണ് മാസ്കുലിൻ എന്ന് പറയുന്നത്. സ്ത്രൈണം ഫെമിനിൻ അല്ലേ. ഫെമിനിസം എന്നാലും കേട്ടിട്ടില്ലേ, ഫെമിനിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഫെമിനിസ്റ്റ്. ആസ് പെർ സൊസൈറ്റി, ഡിറ്റർമിൻഡ് ബൈ റൂൾസ് ആൻഡ് ബിഹേവിയർ. അപ്പോൾ ചില റൂൾസാണ്. പുരുഷനാണെങ്കിൽ ഇങ്ങനെയാകണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയാകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വെൻ വി ആർ ബോൺ വിത്ത് ഡിഫറെൻറ്റ് ഓർഗൻസ്. ആണും പെണ്ണും എന്നുള്ള വിവിധ അവയവങ്ങളിലാണ് നമ്മൾ ജനിക്കുന്നത്. വി ഹാവ് എ ബ്രെയിൻ ടു ഹെൽപ്പ് അസ് തിങ്ക്. നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ തലച്ചോറുണ്ട്. എ ലിവർ ടു ഹെൽപ്പ് ക്ലീൻ അവർ ബോഡി ടോക്സിൻസ്. ശരീരത്തിലെ മാലിന്യങ്ങൾ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ലിവറുണ്ട്, അതായത് കരൾ. ആൻഡ് ലങ്സ് ടു ഹെൽപ്പ് അസ് ബ്രീത്ത്. ശ്വാസകോശമുണ്ട് ബ്രീത്ത് ചെയ്യാൻ. ഈച്ച് ഓഫ് ദീസ് ഓർഗൻസ് ഹാവ് എ സ്പെസിഫിക് പർപ്പസ്. ഈ ഓരോ അവയവങ്ങൾക്കും ഓരോരോ ഉദ്ദേശമുണ്ട്. വൺ സച്ച് ഓർഗൻ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളും ഇതേപോലെ തന്നെ അവയവമാണ്. പക്ഷേ അതിൽ മാത്രം പീപ്പിൾ ഹു ആർ ബോൺ വിത്ത് ഓർഗൻസ് അസോസിയേറ്റഡ് വിത്ത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ കോൾഡ് ഇൻ്റർസെക്സ്. ഇനി പിന്നെ മെയിൽ ഓർഗൻസും ഫീമെയിൽ ഓർഗൻസും ഒരുമിച്ചുള്ള ആൾക്കാർ ഇൻ്റർസെക്സ് എന്ന് പറയും കേട്ടോ. പിന്നെ അതിൽ ട്രാൻസ്ജെൻഡർ ഉണ്ട്. ട്രാൻസ്ജെൻഡർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുരുഷനായി ജനിച്ച് പിന്നീട് സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീയായിട്ട് ജനിച്ച് പിന്നീട് പുരുഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ. പിന്നെ സെക്സ് ഈസ് സംതിങ് യു ആർ ബോൺ വിത്ത്. സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജനിക്കുന്നത് അതാണ്. യു ക്യാൻ ഈദർ ബിലോങ് ടു ദ മെയിൽ സെക്സ് ഓർ ദ ഫീമെയിൽ സെക്സ് ബേസ്ഡ് ഓൺ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് യു ഹാവ്. നമ്മുടെ ശരീര അവയവങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ലൈംഗിക അവയവങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്ത്രീയോ പുരുഷനോ ആകാം കേട്ടോ. സെക്സ് ആൻഡ് ജെൻഡർ ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ മനസ്സിലാക്കുക, സെക്സ് എന്ന് പറഞ്ഞാൽ ലിംഗഭേദം, അതിനാണ് മലയാളത്തിൽ ലിംഗഭേദം എന്ന് പറയും, അതിനാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗരുഷം, സ്ത്രൈണം എന്ന് പറയും. അത് രണ്ടാണ്. ജെൻഡർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, അപ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ റോൾസ്, ആക്ടിവിറ്റീസ്, പേഴ്സണാലിറ്റി ദാറ്റ് എ പേഴ്സൺ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡെവലപ്പ് ബേസ്ഡ് ഓൺ ദെയർ സെക്സ്. അപ്പോൾ ഒരാളുടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള അടിസ്ഥാനത്തിൽ അയാൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അയാൾ ചെയ്യേണ്ടുന്ന രീതികൾക്ക് ആണ് ജെൻഡർ എന്ന് പറയുന്നത്. മനസ്സിലായി. എ പേഴ്സൺ ഹു ഹാവ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പുരുഷ അവയവം, ലൈംഗിക അവയവമുള്ള ആളാണെങ്കിൽ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ടു ബി സ്ട്രോങ് ആൻഡ് ഹാവ് എ മസ്കുലാർ ബോഡി. അപ്പോൾ പുരുഷൻ നല്ല കരുത്തനാണ്, അല്ലെങ്കിൽ മാംസപേശികൾ, ഉറച്ച മാംസപേശികളുള്ളതാണ്, മസിൽസ് ഉള്ള ആളാണെന്ന് കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ ഫീമെയിൽ, എ പേഴ്സൺ വിത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, സ്ത്രീയുടെ ലൈംഗിക അവയവമുള്ള ആൾ പെണ്ണാണ്. ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഷൈ ആൻഡ് ഹാവ് ഹെയർലെസ് ബോഡി. അവൾ എപ്പോഴും നാണം കുടുങ്ങിയായിരിക്കണം, അല്ലെങ്കിൽ ശരീരത്തിൽ പിന്നെ രോമങ്ങളില്ലാത്ത ഒരു ശരീരമായിരിക്കണം. ഓൾ ഓഫ് ദിസ് ഈസ് നോട്ട് ബയോളജിക്കൽ ഓർ ഡിഫൈൻഡ് അറ്റ് ബർത്ത്. ഇതൊന്നും ബയോളജിക്കലല്ല. പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും കരുത്തയാകാം. അപ്പോൾ സ്ത്രീ കരുത്തുള്ള ജോലികളിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്ത്രീക്ക് കരുത്തുണ്ടാവും. സ്പോർട്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികൾ നല്ല കരുത്തുള്ള ആൾക്കാരല്ലേ, നമ്മൾ കാണാറില്ല അല്ലേ. ദേ ആർ ഡിഫൈൻഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ദേ കോൺസ്റ്റൻ്റ്ലി റെസ്ട്രിക്റ്റ് ഓർ ഫോഴ്സ് certain types of behavior on people. The reproductive organs are biological and separate the male and female. അപ്പം പ്രത്യുൽപാദന അവയവങ്ങളാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ. പ്രത്യുൽപാദന അവയവങ്ങളാണ്, അത് ജൈവശാസ്ത്രപരമാണ്. ആൻഡ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ, പുരുഷനെയും സ്ത്രീയെയും വ്യത്യാസപ്പെടുന്നത് അത് രണ്ട് മാത്രമാണ്. ദ റെസ്റ്റ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ് ആൻഡ് അപ്പിയറൻസ് ആർ ഓൾ ഡിറ്റർമൈൻഡ് ബൈ ദ സൊസൈറ്റി. മറ്റുള്ള എല്ലാ കാര്യങ്ങളും സമൂഹം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇല്ലാത്ത അടിച്ചേൽപ്പിക്കുന്നത് കേട്ടോ. സെക്സ് ഈസ് ബേസ്ഡ് ഓൺ പ്യൂർലി ബൈ ബയോളജി. സെക്സ് എന്ന് വെച്ചാൽ ലിംഗഭേദം
ബയോളജിക്കലാണ്, ജീവശാസ്ത്രപരമാണ്. ജെൻഡർ ഡിഫൈൻസ് ഓൾ ദ റൂൾസ് ആൻഡ് നോംസ് we follow as men and women because of society, people, culture, family, religion, etc. അപ്പോൾ സൊസൈറ്റി, സമൂഹം, വ്യക്തികൾ, കൾച്ചർ, സംസ്കാരം, ഫാമിലി, കുടുംബം, മതം എന്നതിനനുസരിച്ച് സ്ത്രീക്കും പുരുഷനും പ്രത്യേക റോളുകൾ കൽപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓൺലി അവർ സെക്സ് ഈസ് ഡിസൈഡഡ് അറ്റ് ബർത്ത്. എവറിത്തിങ് എൽസ്, നമ്മുടെ ലിംഗഭേദം മാത്രമാണ് ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം തന്നെ നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, ദ വേ വി ഡ്രസ്, what we eat, behave, talk, the games we play, the friends we make, the career we choose are all determined by the society. അതൊക്കെ സൊസൈറ്റി അങ്ങ് തീരുമാനിക്കുകയാണ്, ശരിയല്ല അതല്ലേ? When society determines how we need to behave and forces that behavior on us, it is called creating gender stereotype. അതിനാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ആകണം, മാറ്റമില്ലാത്ത രീതിയിലായിരിക്കണം, അതാണ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ചില നടന്മാരൊക്കെ സ്റ്റീരിയോടൈപ്സ് എന്ന് പറയും. അപ്പോൾ ഒരു നടൻ ഒരു നായകൻ്റെ വേഷത്തിൽ മാത്രം അഭിനയിക്കുന്ന നടനാണെങ്കിൽ എപ്പോഴും സ്റ്റണ്ട് തന്നെയാണല്ലേ, അതിനാണ് സ്റ്റീരിയോടൈപ്പ് ക്യാരക്ടറായി പോകുക എന്ന് പറയുന്നത് അല്ലേ. വി ആർ ബോൺ ഫ്രീ ആൻഡ് സൊസൈറ്റി ഫോഴ്സസ് ടു ബിഹേവ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ജനിച്ചത്, നമ്മൾ അങ്ങനെ തന്നെ ആവുകയും വേണം കേട്ടോ. അപ്പോൾ നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ്, ബി എ മാൻ, സ്റ്റോപ്പ് ക്രൈ, ഒരാണിനെ പോലെ പെരുമാറൂ, കരയരുത്. അപ്പോൾ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്? Because boys are not allowed to cry in society even though they feel emotions and feel like crying. അപ്പോൾ ആൺകുട്ടികൾക്ക് വികാരങ്ങളുണ്ടാവും, സങ്കടവും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, അവർ കരയരുത്, ആണായി പോയതുകൊണ്ട് കരയാൻ പാടില്ല. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ജെൻഡർ റോൾ അല്ലേ. അതേപോലെ തന്നെ വൈ ഡു യു നീഡ് ടു സ്റ്റഡി, നീ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്? യു ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് അവേ, നിന്നെ കല്യാണം കഴിച്ച് വിടാൻ പോകല്ലേ. അപ്പോൾ അതൊരു കൺസെപ്റ്റാണ്. പെൺകുട്ടിയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് കൊടുത്തേക്കണം, പഠിക്കാനൊന്നും പാടില്ല. നോ നീഡ് ടു ലേൺ ഓൾ ദീസ് ഡാൻസ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു. പുരുഷനാണെങ്കിൽ ഡാൻസ് ചെയ്തുകൂടാ. യു നീഡ് ടു ലേൺ ഫോർ യുവർ ഫാമിലി, യു കാൺ സിറ്റ് അറ്റ് ഹോം. നീ വീട്ടിലിരിക്കരുത്, നീ ജോലിക്ക് പോയി സമ്പാദിച്ചു കൊള്ളണം, അത് പുരുഷനാണെങ്കിൽ. യു വിൽ ബിക്കം ഡാർക്ക് ഇഫ് യു പ്ലേ ഇൻ ദ സൺ, കം ഇൻസൈഡ്. നീ കറുത്തു പോവും, അതുകൊണ്ട് പുറത്തുനിന്ന് കളിക്കേണ്ട, അകത്തേക്ക് കയറി പോകുന്നു. പെൺകുട്ടിയാണല്ലേ. ഡോണ്ട് ഗോ ഔട്ട് ആഫ്റ്റർ 6 PM. വാട്ട് വിൽ അതേഴ്സ് സേ. 6 മണി കഴിഞ്ഞാൽ പുറത്ത് പോരുന്ന കൂടെ ആൾക്കാർ എന്ത് വിചാരിക്കും കേട്ടോ. അപ്പോൾ നോക്കൂ, കുക്സ് ഫോർ ദ ഫാമിലി, മദർ ആൻഡ് സിസ്റ്റർ. ആരാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത്? അമ്മയും സഹോദരിയുമാണല്ലേ. പക്ഷെ അങ്ങനെയാണോ? എനി വൺ ക്യാൻ ഡു ഇഫ് ദേ ലേൺ ഹൗ ടു കുക്ക് അല്ലേ. കുക്ക് ചെയ്യുന്ന അറിയാവുന്ന ആൾക്ക് കുക്ക് ചെയ്യാം, പെണ്ണിനെ കുക്ക് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? ഷെയർ ദ വർക്ക് ഈക്വലി ആൻഡ് റെസ്പെക്ട് എവരി വൺ. അപ്പോൾ തുല്യമായിട്ട് ജോലികൾ ഭാഗിക്കണം, എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കണം. അപ്പോൾ ആൺകുട്ടികളും അല്പസ്വല്പമൊക്കെ കുക്കിംഗ് പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്ത് കേട്ടില്ലേ, നൗഷാദ് എന്ന് പറഞ്ഞൊരു കുക്ക് ഇപ്പോൾ അടുത്ത് മരിച്ചു പോയത്, കഴിഞ്ഞ ദിവസം മരിച്ചു പോയത്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കുക്കിനെ പറ്റി കേട്ടില്ലേ, കുക്കറി ഷോ ഒക്കെ നടത്തുന്ന ആളായിരുന്നു. ക്ലീൻസ് യുട്ടൻസിൽസ് ആൻഡ് വാഷസ് ക്ലോത്ത്സ്, അത് പെണ്ണിൻ്റെ മാത്രം പണിയാണ്. യുട്ടൻസിൽ എന്ന് വെച്ചാൽ വീട്ടുപാത്രങ്ങൾ കേട്ടോ. അതിന് അടുക്കളയിലുള്ള ഉപകരണങ്ങൾക്കാണ് യുട്ടൻസിൽ എന്ന് പറയുന്നത് കേട്ടോ. ക്ലോത്ത്, തുണികൾ കഴുകുക, ഇതെല്ലാം പെണ്ണ് തന്നെ ചെയ്യാൻ പാടുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. തെറ്റാണതല്ലേ. ഗോസ്റ്റ് വർക്ക്, ജോലിക്ക് പോകുന്ന പുരുഷനായിരിക്കണം. ഇപ്പം അങ്ങനെയല്ലേ, പെണ്ണും ജോലിക്ക് പോകുന്നുണ്ട്. സ്വീപ്സ് ദ ഫ്ലോർ, നിലമടിച്ച് വാരുക. ടേക്ക് ഡിസിഷൻസ് ഫോർ ദ ഫാമിലി, എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുക, ഇത് പുരുഷൻ്റെ ആണെന്നാണ്. ടേക്ക് കെയർ വെൻ സംവൺ ഈസ് ഇൽ, ആർക്കെങ്കിലും അസുഖമാകുമോ അത് പരിചരിക്കേണ്ടത് പെണ്ണാണ്. സെർവ്സ് ഫുഡ് ഫോർ ദ ഫാമിലി, വീട്ടിലെല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് പെണ്ണാണ്. റിപ്പയർസ് ഇഫ് സംതിങ് ഈസ് ബ്രോക്കൺ, റിപ്പയർ ചെയ്യുന്നതൊക്കെ പുരുഷനാണ്. റൈഡ്സ് എ ബൈസിക്കിൾ ഓർ സൈക്കിൾ, ഇപ്പോൾ ബൈക്ക് ഓടിച്ച് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ ജെൻഡർ കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. അതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. എന്താണ് സെക്സ് എന്ന് വെച്ചാൽ ലിംഗഭേദം, ജെൻഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രൈണത അല്ലെങ്കിൽ പൗരുഷം കേട്ടോ. ഹൗ ക്യാൻ വി ചേഞ്ച് ജെൻഡർ റോൾസ് ഇൻ അവർ സൊസൈറ്റി? How can you give respect and freedom to others without creating gender stereotypes, especially in the workplace? ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ വി ഹാവ് ടു റെസ്പെക്ട് ആൻഡ് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. ഒരു ജോലിക്ക് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കൊടുക്കുന്ന ശമ്പളം ഒരേപോലെയാണ്. ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ അത് ആണാണെന്നുകൊണ്ട് അധ്യാപകന് കൂടുതലോ പെണ്ണാണെന്നുകൊണ്ട് അധ്യാപകർക്ക് കുറച്ചോ കിട്ടുന്നില്ല. ഒരു ജോലിക്ക് ഒരു ക്ലർക്കാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും രണ്ടുപേർക്കും ഒരേ ശമ്പളമാണ് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ചില കാര്യങ്ങളിൽ ജീവശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. ഇപ്പോൾ ജെൻഡർ ആൻഡ് മീഡിയ അടുത്ത ചാപ്റ്ററാണ്, ചാപ്റ്റർ നമ്പർ 19, ജെൻഡർ ആൻഡ് മീഡിയ. എന്ന് വെച്ചാൽ ഈ വ്യത്യാസം മീഡിയകളാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ. എന്താ മീഡിയ എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലാത്ത മീഡിയ ഉണ്ട്, ന്യൂസ് പേപ്പർ, TV, ഇതെല്ലാം മീഡിയാസ് പെടുന്നതാണ്. സിനിമ, ഇതെല്ലാം മീഡിയയാണ്. അപ്പോൾ മീഡിയകൾ
പലപ്പോഴും സിനിമകളിലൊക്കെ ആണെങ്കിൽ പുരുഷന് പ്രത്യേക രീതിയിൽ അങ്ങനെ റോളുകൾ കൊടുത്തിട്ടുണ്ട്. പുരുഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിച്ചിടിച്ച് നിരത്തി കളയാനുള്ള ആളാണ്, വലിയ മാന്യനായിരിക്കും. പക്ഷേ സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ പ്രേമിക്കാൻ തയ്യാറായി നിൽക്കണം. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെയൊക്കെ കൺസെപ്റ്റ് സിനിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. അത് റോങ് കൺസെപ്റ്റാണ്. വെൻ യു വാച്ച് മൂവീസ് ഓർ അഡ്വർടൈസ്മെൻറ്റ്സ്, അപ്പോൾ നമ്മൾ പരസ്യങ്ങൾ കാണുക, സിനിമ കാണുക, യു വിൽ ഓഫൺ സീ ദാറ്റ് എ വുമൺ കുക്സ്, പെണ്ണാണ് പാകം ചെയ്യുന്നത്. എ മാൻ റൈഡ്സ് എ ബൈക്ക്, പുരുഷനാണ് വണ്ടി ഓടിക്കുന്നത്. എ മാൻ ഹാസ് എ ബിഗ് ജോബ് ഇൻ ദ കമ്പനി, പുരുഷന് ഉയർന്ന ജോലിയുണ്ട് വലിയ കമ്പനിയിൽ. എ വുമൺ ടേക്സ് കെയർ ഓഫ് ഗുഡ്സ്, കുട്ടികളെയൊക്കെ നോക്കുന്നത് പെണ്ണുങ്ങളാണ്. മൂവീസ് ഈവൻ ഷോ മെനി സോങ്സ് ആൻഡ് സീൻസ് വെയർ വിമൺ ആർ ഫോളോഡ്. അപ്പം ചില പാട്ടുകളിലൊക്കെ കാണുന്നത് പെണ്ണുങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണും. ചേസ്ഡ് ആൻഡ് ടീസ്ഡ് ബൈ മെൻ, പിന്നാളെ പിന്തുടർന്നിട്ട് പുരുഷന്മാർ ഉപദ്രവമായിട്ട് കാണാൻ പറ്റും അല്ലേ. മൂവീസ് ഓൾസോ ജനറലി ഷോ, പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളിൽ കാണാറുണ്ട്, വിമൺ ആസ് വീക്കർ ദാൻ മെൻ. സിനിമകളിൽ എപ്പോഴും പുരുഷൻ കഥാപാത്രങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങളെക്കാൾ കരുത്തുള്ളവരാണ്. സ്ത്രീ കഥാപാത്രങ്ങൾ വീക്കാണ്. മെൻ ക്യാൻ ഫൈറ്റ് ആൻഡ് വിമൺ ഗെറ്റ് സ്കെയേർഡ്. പുരുഷന്മാർ ഫൈറ്റ് ചെയ്യും, പെണ്ണുങ്ങൾ സ്കെയേർഡ് എന്ന് വെച്ചാൽ ഭയചകിതരാകുക. വിമൺ നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം മെൻ. അങ്ങനെയുള്ള സിനിമ കഥകളാണ് ഉണ്ടാക്കി വിടുന്നത് അല്ലേ. യങ് ബോയ്സ് ആൻഡ് ഗേൾസ് വാച്ച് സച്ച് മൂവീസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് വെച്ചാൽ പരസ്യങ്ങൾ. ഇമിറ്റേറ്റ് ദം ആൻഡ് സോ ബിഹേവ് ദ സെയിം വേ ഇൻ സൊസൈറ്റി. ആസ് എ ഗേൾ യു മേ ഹാവ് എക്സ്പീരിയൻസ് ഈവ് ടീസിങ്. എന്താണ് ഈവ് ടീസിങ് എന്ന് പറയുന്നത്? ഈവ് ടീസിങ് എന്ന് വെച്ചാൽ പിന്നെ ഈവ് എന്ന് വെച്ചാൽ ആദം ഹവ്വ എന്ന് കേട്ടില്ലേ. അപ്പോൾ ഹവ്വ എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷാണ് ഈവ് എന്ന് പറയുന്നത് കേട്ടോ. ഈവ് ടീസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ കളിയാക്കുക, ടീസ് ചെയ്യുക, പിന്നെ കമൻ്റ് അടിക്കുക, അതിനൊക്കെയാണ് ടീസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഉപദ്രവിക്കുക, യാത്രകൾക്ക് ഉപദ്രവിക്കുക. ഈവ് ടീസിങ് ഈസ് വെൻ ബോയ്സ് വിസിൽ. അപ്പം ആൺകുട്ടി വിസിലടിക്കും പെണ്ണുങ്ങളെ കാണുമ്പോൾ, പാട്ട് പാടും, കമൻ്റ് അടിക്കും, പാസ് കമൻറ്റ്സ് ആൻഡ് ടീസ് ഗേൾസ്. ആസ് എ ബോയ് യു മേ ഹാവ് സീൻ ദിസ് ഹാപ്പൻ, യു മേ ഹാവ് ഓൾസോ ഡൺ സച്ച് തിങ്സ് തിങ്കിങ് ദീസ് ആർ കൂൾ ആൻഡ് ഫൺ തിങ്സ് ടു ഡു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ഇൻ ദിസ് ലെസൺ വി ഷാൽ റെക്കഗ്നൈസ് ഹൗ ദ മീഡിയ ഇൻഫ്ലുവൻസസ് അസ് ടു തിങ്ക് എ റോങ് വേ. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഒരു പെൺകുട്ടി ഒരു ഇസ്ത്രി ഇടുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ വീട്ടു ജോലിയാണ്. ഒരു ആൺകുട്ടി ഒരു മൈക്രോസ്കോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പെണ്ണെന്ന് പറഞ്ഞാൽ വീട്ടിനകത്തുള്ള അകത്തളങ്ങളിൽ തിളച്ചിടപ്പെടേണ്ടവളാണ്, പുരുഷനാണെങ്കിൽ പുറം ലോകത്തേക്ക് പോകേണ്ടവനാണ് എന്നൊരു കൺസെപ്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ. ഒബ്സർവ് ദിസ് ഇമേജ്. ഇൻ വാട്ട് വേസ് ഡു സച്ച് ഇമേജസ് ഇൻഫ്ലുവൻസ് പീപ്പിൾ? It represents boys and girls in stereotyped way. The girl is shown to be doing housework, and the boy is using microscope. Such images can communicate that girls need to take up household responsibility. Household എന്ന് വെച്ചാൽ ഗൃഹഭരണം നോക്കണമെന്നാണ് ഉത്തരവാദിത്തം. While boys can dream of becoming scientists. ശാസ്ത്രജ്ഞന്മാരൊക്കെ പുരുഷന്മാരാണെന്നൊരു കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചാണ് അല്ലേ. വി ആർ കോൺസ്റ്റൻ്റ്ലി സറൗണ്ടഡ് ബൈ ദ മീഡിയ. മൂവീസ്, ഇതിനാണ് മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. മൂവീസ്, ന്യൂസ് പേപ്പേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതെല്ലാം മീഡിയ ആണ്. Media makes a certain type of person look better than the other. They use special lights, software, makeup and camera equipment to make a person look perfect. As we watch these movies and the media around us, we start developing the idea of an ideal man or an ideal woman. ഒരു മാതൃകാ പുരുഷൻ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ മാതൃകാ വനിത ഇങ്ങനെയായിരിക്കണം എന്ന് മീഡിയക്കാരങ്ങ് തീരുമാനിക്കുകയാണ്. ആൻ ഐഡിയൽ മാൻ. അപ്പോൾ നമ്മൾ പല സീരിയലുകൾ കാണുമ്പോൾ നമുക്ക് പല കഥാപാത്രങ്ങളും കാണില്ലേ. നേരത്തെയൊക്കെ മലയാള സീരിയലിലെ എപ്പോഴും നാത്തൂൻ പോര്, അമ്മായിയമ്മ പോര് ഒക്കെയാണ് സീരിയലിലൊക്കെ കാണാറില്ലേ അല്ലേ. ആൻ ഐഡിയൽ മാൻ ആസ് ഷോൺ ബൈ മീഡിയ ഈസ് സ്ട്രോങ്. അപ്പോൾ മീഡിയയിൽ കാണിക്കുന്ന പുരുഷനാണെങ്കിൽ വളരെ കരുത്തനായിരിക്കും. നെവർ ക്രൈസ്, ഒരിക്കലും കരയുകയില്ല. ക്യാരീസ് ഓൾ ദ റെസ്പോൺസിബിലിറ്റി, എല്ലാ ഉത്തരവാദിത്വം അയാൾക്കായിരിക്കും. ഏൺസ് ഫോർ ദ ഫാമിലി, ധാരാളം പണം സമ്പാദിക്കും. ആൻഡ് ഈവൻ ബീറ്റ്സ് അതർ പീപ്പിൾ, എല്ലാവരും ഇടിച്ച് നിരത്തി കളയും അല്ലേ. മെൻ ആർ ഓൾസോ ഷോൺ ആസ് ബീറ്റിംഗ് വുമൺ, ടീസിങ് വിമൻ. മീഡിയ ഷോസ് ആൻ ഐഡിയൽ വുമൺ ടു ബി ഇൻസൈഡ് ദ ഹൗസ്. മീഡിയ പറയുന്നത് ഒരു മാതൃകാ വനിത എപ്പോഴും വീട്ടിനകത്തായിരിക്കണം എന്നാണല്ലേ. ടേക്കിംഗ് കെയർ ഓഫ് ദ ഫാമിലി, കുടുംബത്തിനൊക്കെ നോക്കി ഒതുങ്ങിക്കഴിഞ്ഞോളും. ഓർ ഇറ്റ് ഷോസ് ഹർ വിയറിംഗ് റിവീലിംഗ് ക്ലോത്ത്സ് ഓർ ഡാൻസിങ് ഫോർ ദ മാൻ. മാത്രമല്ല പുരുഷൻ ധരിക്കുന്ന വസ്ത്രങ്ങളിലാണെങ്കിൽ ഒന്നും പുറത്ത് കാണിക്കുന്ന രീതിയിലായിരിക്കില്ല. റിവീലിംഗ് ക്ലോത്ത്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നാണ് പെണ്ണ്. അങ്ങനെയൊക്കെയാണ് മാധ്യമത്തിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നത് അല്ലേ. ദിസ് ഹാസ് ലെഡ് ടു മെനി റോങ് കൺസെപ്റ്റ്സ് ആൻഡ് ബിലീഫ്സ് ഇൻ ദ സൊസൈറ്റി. ഇറ്റ് ഹാസ് ഈവൻ മെയ്ഡ് സൊസൈറ്റി അൺസേഫ് ഫോർ വിമൻ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു രീതി ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഈവൻ ഇൻ വർക്ക് പ്ലേസ് മെൻ ട്രീറ്റ് വിമൻ ഡിസ്റെസ്പെക്ട്ഫുള്ളി ആൻഡ് നോട്ട് ആസ് ഈക്വൽസ്. അപ്പം വർക്ക് പ്ലേസിലും അങ്ങനെ തന്നെ റെസ്പെക്റ്റ് കുറഞ്ഞ രീതിയിൽ പെണ്ണിനെ ചിത്രീകരിക്കുന്നു. ദിസ് ഹാസ് ലെഡ് വിമൻ ടു ബിലീവ് ദാറ്റ് മെൻ ആർ സുപ്പീരിയർ. അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോയിരിക്കുന്നു. പുരുഷൻ മികച്ചവനാണ്, സുപ്പീരിയറാണ്. ദിസ് ഈസ് ബിക്കോസ് ദ മീഡിയ കോൺസ്റ്റൻ്റ്ലി ഷോസ് ആസ് സച്ച് things and does not give us
ദ റിയൽ ഫ്രീഡം ടു ബിൽഡ് ആൻ ഈക്വൽ വേൾഡ്. അപ്പോൾ ഒരു സമത്വമായ ഒരു ലോകം പണിയുന്നതിൽ നിന്നും ഇതാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു സിനിമ, യു ആർ എ ഫിലിം ഡയറക്ടർ, വാച്ച് യുവർ ഫ്യൂച്ചർ മൂവീസ് അഗെയിൻ ആൻഡ് ഒബ്സർവ് ഹൗ മെൻ, വിമൻ ആൻഡ് ട്രാൻസ്ജെൻഡർ പീപ്പിൾ ആർ ട്രീറ്റഡ് ഇൻ ദ മൂവി. അപ്പോൾ നിങ്ങളുടെ മൂവിയിൽ നിങ്ങൾ പുരുഷനെയും സ്ത്രീയെയും ട്രാൻസ്ജെൻഡറിനെയും ഈക്വലായിട്ട് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കാണണം എന്നാണ് പറയുന്നത് കേട്ടോ. Well, often girls and boys feel a lot of negative emotions because they cannot feel safe or respect due to their gender. One way to change is to make a serious promise to ourselves to change the system and start respecting oneself and others. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടതുണ്ട്, പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് അല്ലേ. എ സീരിയസ് പ്രോമിസ്, നമ്മൾ സ്വയം പ്രതിജ്ഞ എടുക്കണം. എന്താണ്? നമ്മൾ പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ തന്നെ കാണുകയുള്ളൂ. മനസ്സിലായോ? റീഡ് ദ ഗിവൺ പ്ലഡ്ജ് അലൗഡ് അലോങ് വിത്ത് ദ ഹോൾ ക്ലാസ്. ദിസ് ഈസ് എ പ്രോമിസ് യു ടു മേക്ക് ബിൽഡ് എ സേഫ് ആൻഡ് റെസ്പെക്റ്റബിൾ സൊസൈറ്റി. ഇതാണ് മൈ പ്ലഡ്ജ് ഫോർ ദ ചേഞ്ച്. അപ്പോൾ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ്? ഐ അബ്ദുൽ സലാം ഹിയർ ബൈ ടേക്ക് ദ പ്ലഡ്ജ് ഫോർ ചേഞ്ച്. ഞാനൊരു മാറ്റത്തിന് വേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്നോളജ് ദാറ്റ് വിമൺ ഫീൽ ഫിസിക്കലി ആൻഡ് എമോഷണലി അൺസേഫ് ഇൻ അവർ കൺട്രി. ഐ പ്ലഡ്ജ് യു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, പുരുഷന് സ്ത്രീക്ക് വിമൺ ഫീൽ ഫിസിക്കലി ആൻഡ് ഇമോഷണലി, സ്ത്രീ ശാരീരികമായും വൈകാരികമായും സുരക്ഷിതയല്ല നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ചലഞ്ച് മൈ ബിലീഫ്സ് ഓർ ഐഡിയാസ് അബൌട്ട് വിമൺ ബീയിങ് വീക്കർ, ഇൻകേപ്പബിൾ ഓർ ലെസർ ദാൻ മെൻ ഇൻ എനി വേ. പുരുഷനേക്കാൾ സ്ത്രീ ദുർബലയാണ്, കഴിവില്ലാത്തവളാണ് എന്ന കൺസെപ്റ്റ് ഞാൻ എതിർക്കുന്നു, ഞാനതിനെ വെല്ലുവിളിക്കുന്നു. ഷെയർ ഹൗസ് വർക്ക്, ബി ഇറ്റ് ക്ലീനിങ്, കുക്കിംഗ്, പ്ലാനിങ് ഫോർ ദ ഹോം ആസ് എൻ ഈക്വൽ മെമ്പർ ഓഫ് ദ ഫാമിലി. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, വീട്ടിലെ ഗൃഹജോലികൾ, ഉദാഹരണമായി പാത്രം കഴുകുക, പാചകം ചെയ്യുക, വീട് വൃത്തിയാക്കുക തുടങ്ങിയ പണികൾ എല്ലാം തന്നെ പുരുഷനും സ്ത്രീയും ഒരുപോലെ ചെയ്യേണ്ടതാകുന്നു. നോട്ട് യൂസ് ഡിസ്റെസ്പെക്ട്ഫുൾ ആൻഡ് demeaning language against women even when I am very angry. എനിക്ക് എത്ര ദേഷ്യമുണ്ടെങ്കിലും ഒരു പെണ്ണിനോട് അപമര്യാദയായ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയില്ല. ഡീമീനിങ്, ദുരർത്ഥമുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയില്ല. രണ്ടർത്ഥമുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കാണ് ഡീമീനിങ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റോപ്പ് എനിവൺ ഹൂ ആക്ട്സ് ഡിസ്റെസ്പെക്ട്ഫുള്ളി ആൻഡ് വയലൻ്റ്ലി അഗൻസ്റ്റ് വിമൻ. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്ന ഏതൊരാളെയും ഞാൻ തടയുന്നതാണ്. ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് ഇൻ റിയൽ ലൈഫ് ആൻഡ് ഓൺലൈൻ. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനോടും. നോട്ട് ഫോഴ്സ് എനി പേഴ്സൺ, ബോയ് ഓർ ഗേൾ, ടു ഹാവ് റൊമാൻറ്റിക്, സെക്ഷൽ ഓർ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് മീ വിത്തൗട്ട് ദെയർ ഫുൾ കൺസെൻറ്റ്. അവരുടെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയോടോ ഒരു പ്രേമമോ ശാരീരികമായ മറ്റുള്ള അടുപ്പങ്ങളോ ഞാൻ സൂക്ഷിക്കുകയില്ല, അവരുടെ പൂർണ്ണമായ അനുവാദത്തോടുകൂടി അല്ലാതെ. ചലഞ്ച് ട്രഡീഷണൽ ഐഡിയാസ് അബൌട്ട് മെൻ. അപ്പോൾ ഐ പ്രൗഡ്ലി ഡിക്ലെയർ ദാറ്റ് മെൻ ക്യാൻ ക്രൈ, നോട്ട് ബി ദ ഓൺലി ബ്രെഡ് വിന്നർ. പുരുഷനും കരയാം, അവൻ മാത്രമായിരിക്കില്ല സമ്പാദിക്കേണ്ടവൻ. ആൻഡ് ടോക്ക് അബൌട്ട് ദെയർ ഫീലിങ്സ് വിത്തൗട്ട് ഫിയർ. ഭയമില്ലാതെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഐ ആക്സെപ്റ്റ് ദാറ്റ് ഐ മേ ഹാവ് നോയിങ്ലി ഓർ അൺനോയിങ്ലി ബീൻ പാർട്ട് ഓഫ് ദ പ്രോബ്ലം ബട്ട് വിൽ നോ ബി എ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. അപ്പം ഈ പ്രശ്നത്തിന് ഞാനും അറിഞ്ഞോ അറിയാതെ കാരണക്കാരനാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയും പ്രോബ്ലം മാത്രം പോലെ സൊല്യൂഷൻ വേണം അല്ലേ. അപ്പോൾ സൊല്യൂഷന്, പരിഹാരത്തിന് ഞാൻ പങ്കാളിയാവുന്നതാണ് എന്നുകൂടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ KWL ചാർട്ടാണ്. KWL ചാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇറ്റ് ഈസ് എ ലേണിംഗ് ടൂൾ അല്ലേ. K എന്ന് വെച്ചാൽ വാട്ട് ഐ നോ, W എന്ന് വെച്ചാൽ വാട്ട് ഐ ലേൺഡ്, L എന്ന് വെച്ചാൽ വാട്ട് ഐ വാണ്ട് ടു ലേൺ അല്ലേ. വൈ ഈസ് ക്രിയേറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എ പ്രോബ്ലം ഫോർ ദ സൊസൈറ്റി. അപ്പം ഈ സ്ത്രീ പുരുഷ സമത്വമില്ലായ്മ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൗ ഡസ് ദ മീഡിയ ഇൻഫ്ലുവൻസ് അവർ തിങ്കിങ് അബൌട്ട് ജെൻഡർ റോൾസ്. ഇത് ഈ ജീവശാസ്ത്രപരമായ വ്യത്യാസം സമൂഹത്തിൽ മാധ്യമങ്ങൾ എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. വാട്ട് ചേഞ്ചസ് വിൽ യു ബ്രിങ് ഇൻ യുവർ സെൽഫ് ടു മേക്ക് ഷുവർ യു ഫോളോ ദ ജെൻഡർ പ്ലഡ്ജ്. ഈ പ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് ഞാൻ തിരിച്ചറിയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്റർ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ജെൻഡർ ഡിഫറൻസ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്.
ജെൻഡർ ഇക്വാലിറ്റി എന്നാണ്. സ്ത്രീ പുരുഷ സമത്വത്തിന് പറയുന്ന വാക്കാണ് ജെൻഡർ ഇക്വാലിറ്റി. ഇനി അടുത്ത ചാപ്റ്റർ പോകേണ്ടത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.